KTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നെറ്റ്വർക്കിലെ രണ്ടാമത്തെ ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ബേസിക് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയായിരുന്നത്? ചാർജ്, എന്താണ് ചാർജ് എന്ന് പഠിച്ചു, അതിന്റെ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് കറണ്ട് എന്താണ് കറണ്ട് എന്ന് പഠിച്ചു. അതിനുശേഷം എന്താണ് വോൾട്ടേജ് എന്ന് പഠിച്ചു, എന്താണ് പവർ എന്ന് പഠിച്ചു, എന്താണ് എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പഠിച്ചു. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് എലിമെന്റ്സിനെ എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. VI ക്യാര വെച്ചിട്ട് എങ്ങനെയാണ് ഓരോ എലിമെന്റ്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ 4 ടൈപ്പ് ഓഫ് ഇതാണ് പഠിച്ചത്. ഒന്ന് ലീനിയർ ആൻഡ് നോൺ ലീനിയർ, ലീനിയറും നോൺ ലീനിയറും, ആക്റ്റീവ് ആൻഡ് പാസീവ്, ആക്റ്റീവ് ആൻഡ് പാസീവ്, ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്, ടൈം വേരിയന്റും ടൈം ഇൻവേരിയന്റും, പിന്നെ യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. ഈ 2 കാര്യങ്ങളാണ് ആദ്യത്തെ ലെക്ചറിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ലെക്ചറാണ്. അപ്പോൾ ആദ്യത്തെ ലെക്ചർ കാണാത്തവര് അത് കാണാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് അക്രോസ് ആൻഡ് കറന്റ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജും ആ കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയാം. ഇത് കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ്, ജോർജ് സൈമൺ ഓം ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ദി കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ, അതായത് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ട്, ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്. ഓംസ് ലോ പറയുന്നത് വെച്ചാൽ ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. Okay, അതായത് current flowing through a conductor is always directly proportional to the potential difference across its ends, provided the temperature remains constant. Provided temperature is a constant. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റി നമ്മൾ എഴുതുന്ന പേരാണ് ആർ, റെസിസ്റ്റൻസ്. ആർ ആണ് ആ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി. ആ ആറിന് നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഓംസ് ലോ? ഓംസ് ലോ ഓർത്തിരിക്കുക, ദി കറന്റ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്, provided the temperature and all other physical features remains constant, and that constant of proportionality is known as the resistance of the conductor. ഇനി നമ്മൾ ഒരു VI ക്യാര വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് വി ആർ ഡ്രോയിങ് VI ക്യാര, ഒരു VI ക്യാര നമ്മൾ വരയ്ക്കുകയാണ്. ഇതൊരു എലിമെന്റിന്റെ VI ക്യാരയാണ്. ഒരു ലീനിയർ എലിമെന്റിന്റെ VI ക്യാര ആണെങ്കിൽ പാസിംഗ് ത്രൂ ഒറിജിൻ, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും, ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് Y ഈക്വൽ അല്ലെങ്കിൽ M, സ്ലോപ്പ് M ഈസ് ഈക്വൽ ടു Y ബൈ എക്സ്. നമുക്കറിയാം Y ബൈ എക്സ് ആണ് സ്ലോപ്പ്. അപ്പോൾ Y ആക്സിസിൽ V ആണ്, V ഡിവൈഡഡ് ബൈ I ഈക്വൽ ടു R. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു VI ക്യാര വരയ്ക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറന്റ് ഫ്ലോയിങ് ത്രൂ കണ്ടക്ടർ തമ്മിലുള്ള VI ക്യാര വരയ്ക്കുമ്പോൾ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ആ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഓംസ് ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചു കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ നമ്മൾ മാറ്റിയത് ഒരു ടേം ആർ വെച്ചിട്ടാണ്. ആറിനെ നമ്മൾ പറഞ്ഞ പേരാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ആക്ച്വലി എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് വേറെ ഒന്നല്ല, ഇറ്റ് ഇസ് ദി നമ്മൾ ചെറുപ്പകാലം മുതൽ പഠിച്ചു വന്ന സാധനം തന്നെയാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഓപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഒരു കറണ്ടിന്റെ ഫ്ലോവിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് വേറെ ഒന്നല്ല, ഇറ്റ് ഇസ് ദി ഓപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഓപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ഫ്ലോവിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഈ റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഓം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. ഇനി റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ നേരത്തെ ഓംസ് ലോയിൽ പഠിച്ചു V ബൈ I ആണ് R. അതായത് നമുക്ക് ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിന് അക്രോസ് ഉള്ള, സപ്പോസ് വി ഹാവ്
കണ്ടക്ടർ എ ബി ആണെന്ന് വിചാരിക്കാം. കണ്ടക്ടർ എ ബി ഉണ്ടെങ്കിൽ കണ്ടക്ടർ എ ബി ആണെങ്കിൽ ഈ എ ബി കണ്ടക്ടർ എ ബിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വിയും കണ്ടക്ടർ എ ബിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വിയും അതിൽ കൂടി പോകുന്ന കറണ്ടും അറിയാമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് നമുക്ക് വി ബൈ ഐ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജും അതിൽ കൂടി പോകുന്ന കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം, പ്രൊവൈഡഡ് ദി ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. ഇത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് വാലിഡ് ആവുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും വാലിഡ് അല്ല. ഓക്കെ, ഇനി റെസിസ്റ്റൻസിന്റെ വേറെ രീതി നമ്മൾ ഏതാ, ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതാണ് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. അതിൽ റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. റോ ഈക്വൽ ടു സ്പെസിഫിക് റെസിസ്റ്റൻസ്. റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. ഓർ റെസിസ്റ്റിവിറ്റി ഓർത്തിരിക്കുക. ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ലെങ്ത് ആണ് എൽ. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ ആണ് എ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ് നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ഇതിലെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓർത്തിരിക്കുക. ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഓം ആണ്. അതേസമയം റെസിസ്റ്റൻസിന്റെ വേറെ യൂണിറ്റ് ആണ് സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയുടെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ഓമിന്റെ വേറെ ഇത് വി ബൈ ആംസ്. വോൾട്ട് നമുക്കറിയാം റെപ്രസെന്റ് ചെയ്യുക വിയിലാണ്, കറണ്ട് റെപ്രസെന്റ് ചെയ്യുക യൂണിറ്റ് ആംസ് ആണ്. അപ്പോൾ വോൾട്ട് പെർ ആംസും റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഓമും റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ ഓർത്തിരിക്കേണ്ടത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കണ്ടു. ആർ ഈക്വൽ ടു റോ എൽ ബൈ ആണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റെസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് പ്രൊപ്പോർഷണൽ. റെസിസ്റ്റൻസ് ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് എപ്പോഴും ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഇസ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ഇനി ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ എന്തിനൊക്കെയാണ് ഡിപെൻഡ് ചെയ്യുക. റോ ഡിപെൻഡ്സ് ഓൺ എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്യും. ഡിപെൻഡ്സ് ഓൺ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. റോന്റെ വാല്യൂ മെറ്റീരിയലിനും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനാണ് ഡിപെൻഡന്റ്. വേറെ ലെങ്ത്തിനോ ഏരിയ ക്രോസ് സെക്ഷനൊന്നും സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപെൻഡന്റ് അല്ല. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിനെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് ടെമ്പറേച്ചർ മാറിയെങ്കിൽ മാത്രമാണ് റോ മാറുള്ളൂ. ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപെൻഡ്സ് only on the type of material as well as on the temperature. Specific resistance does not depend on L and A. റെസിസ്റ്റൻസ് മാത്രമാണ് ലെങ്ത്തിനും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടക്ട് ഡിപെൻഡ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് സ്പെസിഫിക് റെസിസ്റ്റൻസ് മെറ്റീരിയലിലാണ് ഡിപെൻഡ് ചെയ്യുക. ഓക്കെ, ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വീണ്ടും പറയാണ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഓൺ ദി ടെമ്പറേച്ചർ. ഇനി ഈ ആർ ഈക്വൽ ടു റോ എൽ ബൈ എൽ എല്ലിനെ ഒരു ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റോ എൽ ബൈ എ കിട്ടും. പക്ഷേ ഈ ലെങ്ത് ഇൻറ്റു ഏരിയനെ നമുക്ക് വോളിയം ആയിട്ട് എഴുതാം. ലെങ്ത് ഇൻറ്റു ഏരിയ എപ്പോഴും വോളിയാണ്. ലെങ്ത് ഇൻറ്റു ഏരിയ ഈക്വൽ ടു വോളിയം ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം. ആർ ഈക്വൽ ടു റോ വി ബൈ എ സ്ക്വയർ. അപ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് ദി കണ്ടക്ടർ. Resistance is directly proportional to volume of the conductor and inversely proportional to square of the area cross section of conductor. എപ്പോഴാണ് ഇത് വോളിയത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വാലിഡ് ആവുക. റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു വോളിയം. വോൾട്ടേജ് അല്ല, ഇറ്റ് ഇസ് വോളിയം. റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു വോളിയം ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് റോ specific resistance depends only on the material and the temperature. അടുത്ത ടേം ആണ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ. കണ്ടക്ടൻസ് നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുക G എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ്. കണ്ടക്ടൻസ് ഇറ്റ് ഇസ് നത്തിങ് എൽസ്, ഇറ്റ് ഇസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്,
അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓം ഇൻവേഴ്സ് ആണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്. ഈ ഓം ഇൻവേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ മോ എന്ന് എഴുതാം. മോയും കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ ഇതിന് എഴുതുന്ന യൂണിറ്റ് ആണ്, ഒഫീഷ്യൽ യൂണിറ്റ് ആണ് സിമെൻസ്. അപ്പോൾ സിമെൻസ് ഇതിനെ ഡിനോട്ട് ചെയ്യും. സിമെൻസ് ഡിനോട്ട് ചെയ്യുന്നത് കണ്ടക്ടൻസിനെ ആയിരിക്കും. ഓർത്തിരിക്കുക, സിമെൻസും മോയും ഓം ഇൻവേഴ്സും കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ കണ്ടക്ടൻസ് വേറെ ഒന്നല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ ഓപ്പോസ് ചെയ്യുകയാണെങ്കിൽ കണ്ടക്ടൻസ് എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓർത്തിരിക്കുക, കണ്ടക്ടൻസ് ഇസ് നത്തിങ് എൽസ്, ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ഇനി നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചപ്പോൾ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ടേം പഠിച്ചു. അപ്പോൾ ഇതിലും കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്. കണ്ടക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യാം സിഗ്മ എന്ന് പറയുന്ന ടേമാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ കണ്ടക്ടൻസിനെ പോലെ തന്നെ ഇറ്റ് ഇസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്കറിയാം R equal to rho L by A ആണ്. R equal to rho L by A ആണ്. ഇതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R into A divided by L ആണ് നമുക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കിട്ടാം. ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 divided by R A L ഡിനോമിനേറ്റർ വരും, അത് മുകളിലോട്ട് പോകും, L വരും. അപ്പോൾ ഈ 1 by R നമുക്ക് എന്ത് ചെയ്യണം? 1 by R നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് കണ്ടക്ടൻസ്. അപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു കണ്ടക്ടൻസ് G into L divided by A ആണ് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ വരാം. Conductivity sigma equal to G into L divided by A. Conductivity is equal to G into L divided by A. ഇതിൽ നിന്ന് നമുക്ക് കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ എഴുതാം. G equal to conductivity into area divided by L. അപ്പോൾ ഓർത്തിരിക്കുക, കണ്ടക്ടൻസ് G is always proportional to area of cross section. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും കണ്ടക്ടൻസ് കൂടും. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതായത് ലെങ്ത് കൂടുന്തോറും കണ്ടക്ടൻസിന്റെ വാല്യൂ കുറയും. ഈ രണ്ട് റിലേഷൻ ഓർത്തിരിക്കുക. റെസിസ്റ്റൻസിന്റെ കേസിൽ ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. കാരണം R എന്തായിരുന്നു? R is proportional to L and inversely proportional to A. R L-ന് പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A ആണെങ്കിൽ കണ്ടക്ടൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു A and inversely proportional to L. ഓർത്തിരിക്കാം. ഇനി എന്താണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്? കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിമെൻസ് മീറ്റർ ഇൻവേഴ്സ് ആണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ഓർത്തിരിക്കുക, സിമെൻസ് മീറ്റർ ഇൻവേഴ്സ് ആണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് യൂണിറ്റ് ഉണ്ടായിരുന്നു, ഓം മീറ്റർ ആയിരുന്നു സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം മീറ്റർ ആയിരുന്നു. ഇതിന്റെ ഇൻവേഴ്സ് ആണ് എന്ത്? കണ്ടക്ടിവിറ്റി. ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഓം മീറ്റർ. 1 ഓം നമുക്ക് സിമെൻസ് എന്ന് പറഞ്ഞാൽ സിമെൻസ് മീറ്റർ ഇൻവേഴ്സ്. ഇങ്ങനെയാണ് കണ്ടക്ടിവിറ്റി യൂണിറ്റ് സിമെൻസ് മീറ്റർ ഇൻവേഴ്സ് എന്ന് വന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കണ്ടക്ടൻസ് റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, കണ്ടക്ടൻസ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. അടുത്തത് നമ്മൾ ടെമ്പറേച്ചറിന്റെ എഫക്ട്. നമ്മൾ പറഞ്ഞു ഓംസ് ലോ ഇസ് വാലിഡ് ഓൺലി വെൻ ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമാണ് ഓംസ് ലോ വാലിഡ് ആവുള്ളൂ. അപ്പോൾ എന്താണ് ടെമ്പറേച്ചറിന്റെ എഫക്ട്? റെസിസ്റ്റൻസിന് എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. നോർമലി ഫോർ മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ അതായത് നോർമലി ഫോർ കണ്ടക്ടേഴ്സിനെ റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. നോർമലി ഒരു മെറ്റാലിക് കണ്ടക്ടറിന് റെസിസ്റ്റൻസ് ഓൾവേസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ലീനിയർലി ആയിരിക്കും പ്രൊപ്പോർഷൻ ആണ്. ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷൻ ആയിരിക്കും റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും. ഇനി നമുക്ക് നോക്കാം, എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ R0 ആണ്. അറ്റ് T1 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ R1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ R0ഉം അറ്റ് T1 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ R1 അങ്ങനെയാണെങ്കിൽ ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, അതായത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, അതായത് R1 മൈനസ് R0, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ T1 മൈനസ് റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ ഇനീഷ്യൽ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദിസ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ റെസിസ്റ്റൻസ്. It will be also directly proportional to change in temperature. It is also directly proportional to change in temperature. ഇതെങ്ങനെ വന്നാൽ നമുക്കറിയാം, 0 T1 ആണെങ്കിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ T1 മൈനസ് 0 ഈക്വൽ ടു
T1. ഇനി ഇവിടെ ഇത് T2 ആയിരുന്നെങ്കിൽ ഇത് T2 minus T1 ആയിരിക്കും വരുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ റെസിസ്റ്റൻസ് R0 is proportional to change in temperature. അങ്ങനെ ഇത് നമുക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് വേണമെങ്കിൽ എഴുതാം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ 0യും T1 ആയതുകൊണ്ടാണ് ഇവിടെ T1 വന്നത്. ഇനി മൂന്നാമത്തത് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ. ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ. ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാം ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ സപ്പോസ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു കണ്ടക്ടറിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതോറും റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും. ഇനി at 0 ഡിഗ്രി സെൽഷ്യസിലെ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R0 ആണെങ്കിൽ T1 ഡിഗ്രി സെൽഷ്യസിലെ അതിന്റെ റെസിസ്റ്റൻസ് R1 ആണെങ്കിൽ ഈ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് R1 മൈനസ് R0 വിൽ ബി ഓൾവേസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക is proportional to the initial resistance R0 is proportional to the change in temperature, that is equal to T1, and also depends on the nature of the material. നേച്ചർ ഓഫ് ദി മെറ്റീരിയലിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എഴുതാം R1 മൈനസ് R0. R1 മൈനസ് R0 is proportional to R0 into T1. R1 മൈനസ് R0 is proportional to R0 into T1. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ആ കോൺസ്റ്റന്റ് നമ്മൾ ആൽഫ നോട്ട് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ കോൺസ്റ്റന്റ് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് ആൽഫ നോട്ട്. അപ്പോൾ നമ്മൾ ആൽഫ നോട്ട് റെപ്രസെന്റ് ചെയ്യാണ്. R1 മൈനസ് R0 ഈക്വൽ ടു ആക്കാനായിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൽഫ ഇൻറ്റു R0 ഇൻറ്റു T1. അപ്പോൾ എന്താണ് ആൽഫ നോട്ട്? ആൽഫ നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ആൽഫ നോട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആണ്. ആൽഫ നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ്. ആൽഫ നോട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ആൽഫ നോട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അതിന്റെ വാല്യൂ ഇതിന് ഡിപ്പെൻഡ് ചെയ്യും. ഇതിന്റെ വാല്യൂ ആണ് നമ്മളെ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ മെറ്റീരിയലിലും ഓരോ ആൽഫ നോട്ട് ആയിരിക്കും. ആൽഫ നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് മെറ്റീരിയൽ ആസ് വെൽ ആസ് ദി ടെമ്പറേച്ചർ. നേച്ചർ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് പറയുന്നത്. കണ്ടക്ടേഴ്സിലെ റെസിസ്റ്റൻസ് ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. at 0 ഡിഗ്രി സെൽഷ്യസ് R0 ഉം T1 ഡിഗ്രി സെൽഷ്യസ് R1 ആണെങ്കിൽ the change in resistance R1 minus R0 is always proportional to the initial resistance R0 is proportional to the change in temperature T1, and it also depends on the material. മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും ഏത് ഈ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഡിഫറൻസ്. ഇനി ഇതിൽ നിന്ന് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് R1 മൈനസ് R0 നമ്മൾ ആൽഫ നോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൽഫ നോട്ട് ഇൻറ്റു R0 T1 കിട്ടി. അപ്പോൾ എന്തായിരിക്കും ആൽഫ നോട്ടിന്റെ ഇക്വേഷൻ? ഇതിൽ നിന്ന് നമുക്ക് ആൽഫ നോട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R1 മൈനസ് R0 ഡിവൈഡഡ് ബൈ R0 ഇൻറ്റു T. അപ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് ഡിഫറൻസ് ഓഫ് റെസിസ്റ്റൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ആണ്, താഴെ ഓമാണ്. അപ്പോൾ ഓം ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചു. R1 മൈനസ് R0 ഈക്വൽ ടു ആൽഫ നോട്ട് ഇൻറ്റു R0 ഇൻറ്റു T1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ R1 ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. R1 ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ നോട്ട് T1. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ R2, റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ T2 എന്ന് പറഞ്ഞാൽ R1 ഇൻറ്റു 1 പ്ലസ് ആൽഫ 1 ഇൻറ്റു T2 മൈനസ് T1 ആണ്. വേർ ആൽഫ 1 റിപ്രസെൻറ്റ്സ് ആൽഫ നോട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ നോട്ട് T1. ഇതുപോലെ R3 നമുക്ക് എഴുതാം. R3 അത്രയൊന്നും വേണ്ടി വരില്ലെങ്കിലും R3 എഴുതാം. R3 ഈക്വൽ ടു R2 ഇൻറ്റു 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു T3 മൈനസ് T2, വേർ ആൽഫ 2 ഈക്വൽ ടു ആൽഫ നോട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ നോട്ട് ഇൻറ്റു T2. ഓക്കെ, ഇതുപോലെ ഓരോ ടെമ്പറേച്ചറിന്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ് എഴുതിയിരിക്കാം. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്. R1 ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ നോട്ട് T1 ആണ്. അതുപോലെ തന്നെ R2 ഈക്വൽ ടു R1 ഇൻറ്റു 1 പ്ലസ് ആൽഫ 1 ഇൻറ്റു T2 മൈനസ് T1, വേർ ആൽഫ 1 ഈക്വൽ ടു ആൽഫ നോട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ നോട്ട് T1. ഇന്നത്തെ രണ്ടാമത്തെ ലെക്ചറിൽ നമ്മൾ കണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി. കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് R. ഇനി അടുത്ത പഠിച്ച നമ്മൾ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പഠിച്ചു ഇറ്റ് ഈസ് ഓപ്പോസിഷൻ ടു ദി
ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അതുപോലെ നമുക്ക് വോൾട്ട് പെർ ആംപിയർ നമുക്ക് എഴുതാം. ഇനി റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? റെസിസ്റ്റൻസ് ഇക്വൽ ടു V by I ആണ്. അതുപോലെ തന്നെ ഇക്വൽ ടു റോ എൽ ബൈ എ, ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ് ഓർത്തിരിക്കുക. R ഇക്വൽ ടു റോ എൽ ബൈ എ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം R is proportional to length, also R is inversely proportional to area of cross section of the conductor. ഇനി ഈ ലെങ്തിനെ അടിയിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വേഷൻ കിട്ടും. R ഇക്വൽ ടു റോ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. R ഇക്വൽ ടു റോ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഇത് പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്, അതുകൊണ്ട് കൊടുത്തിരിക്കാം. R ഇക്വൽ ടു റോ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. പിന്നെ നമ്മൾ കണ്ടു റോ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് മെറ്റീരിയലിനും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടത് കണ്ടക്ടൻസ് ആണ്. കണ്ടക്ടൻസ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ഇൻവേഴ്സ് മോ അല്ലെങ്കിൽ സീമെൻസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി സിഗ്മ ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. ഇനി നമ്മൾ കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ പഠിച്ചു. G ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ ആണ്. അതുപോലെ എ ഡിവൈഡ് ബൈ എൽ ആണ്. അതിൽ നിന്ന് കണ്ടക്ടൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പ്രൊപ്പോർഷനിലും ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും ആണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ആൽഫ നോട്ട്. ആൽഫ നോട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അറ്റ് ടെമ്പറേച്ചർ T1 കണ്ടുപിടിക്കാനാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ R1 ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ നോട്ട് T1. അതുപോലെ തന്നെ അറ്റ് ടെമ്പറേച്ചർ T2 R2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ R1 ഇൻറ്റു 1 പ്ലസ് ആൽഫ 1 ഇൻറ്റു T2 മൈനസ് T1, where alpha 1 equal to alpha naught divided by 1 plus alpha naught T1. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഈ പോയിന്റ്സുകൾ ഓർത്തിരിക്കുക, ഞങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.